إن الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. صلى وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. സൂറ അൽ-മാഇദ 117-ാമത്തെ വചനത്തിന്റെ വ്യാഖ്യാനം നോക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈസാ നബി അലൈഹിസ്സലാമിനെ വിചാരണ ചെയ്യുകയാണ്. അതുമായി ബന്ധപ്പെട്ട് തന്നെ അവതരിച്ചായിട്ടാണ്. ഈസാ നബി അലൈഹിസ്സലാം പറയുകയാണ്, മാ ഖുൽതു ലഹും, ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല, ഇല്ലാ മാ അമർതനീ ബിഹി, നീ എന്നോട് യാതൊന്നു കൊണ്ട് കൽപ്പിച്ചുവോ അതല്ലാത്തൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. എന്താണ് എന്നോട് നീ കൽപ്പിച്ചത്? അല്ലാഹു കൽപ്പിച്ചത് അൻഅബ്ദുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കണമെന്ന്. റബ്ബി, എന്റെ റബ്ബും റബ്ബുക്കും, നിങ്ങളുടെ റബ്ബും എന്റെയും നിങ്ങളുടെയും റബ്ബായ അല്ലാഹുവിനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാൻ പാടുള്ളൂ എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. നോക്കൂ നിങ്ങൾ, കൃത്യമായും ക്രൈസ്തവർക്കുള്ള അങ്ങേയറ്റത്തെ ഉപദേശമാണിത്. ഈ ഉപദേശം അവർ കൈക്കൊണ്ടാൽ അവർക്ക് സത്യമാർഗം വെളിവായി കിട്ടും. വകുന്തു അലൈഹിം ഷഹീദ, വകുന്തു നീ ആയി, അലൈഹിം അവരുടെ മേൽ ഷഹീദൻ സാക്ഷിയായിരുന്നുവല്ലോ. മാ ദുംതു ഫീഹിം ഞാൻ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നപ്പോഴൊക്കെയും, ഞാൻ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നപ്പോൾ നീ അവർക്ക് സാക്ഷിയായിരുന്നല്ലോ അല്ലാഹ് എന്നാണ് ഈസാ നബി അലൈഹിസ്സലാം പറയുന്നത്. ഫലമ്മാ തവഫൈതനി, നീ എന്നെ പൂർണ്ണമായി പിടിച്ചെടുത്തുകൊണ്ട് ആകാശലോകത്തേക്ക് ഉയർത്തിയപ്പോൾ എന്നാണ് പറഞ്ഞതിന്റെ പൊരുൾ. കുന്ത നീ ആയി, അൻത റഖീബ അലൈഹിം അവരുടെ മേൽ നീ ഒരു മേൽനോട്ടക്കാരനായി മാറിയല്ലോ. ഞാൻ മേൽപോട്ട്, നീ എന്നെ മേൽപോട്ട് ഉയർത്തപ്പെട്ടതിനു ശേഷം, എന്നെ പൂർണ്ണമായി പിടിച്ചെടുത്തു മേൽപോട്ട് ഉയർത്തപ്പെട്ടതിനു ശേഷം നീ ആയിരുന്നുവല്ലോ ആ ജനങ്ങളുടെ മേൽ കൃത്യമായ മേൽനോട്ടക്കാരൻ, സൂക്ഷിപ്പുകാരൻ എന്നാണ് ഈസാ നബി അലൈഹിസ്സലാം പറയുന്നത്. വഅൻതനി അലാ കുല്ലി ഷൈഇൻ ഷഹീദ്, എല്ലാ കാര്യത്തിനും സാക്ഷിയാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈസാ നബി അലൈഹിസ്സലാം അങ്ങേയറ്റത്തെ വിനയത്തോടുകൂടിയും താഴ്മയോടുകൂടിയും അല്ലാഹുവിനോട് കൃത്യമായി കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. എന്തിനു വേണ്ടിയാണ്? ഇന്ന് വഴിവഴച്ച് നടക്കുന്നവർക്കുള്ള കൃത്യമായ സന്മാർഗം ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നതിന്. ഈസാ നബി അലൈഹിസ്സലാം ഒരിക്കലും തന്നെയോ തന്റെ മാതാവിനെയോ ഒരിക്കലും ദൈവങ്ങളാക്കി അംഗീകരിച്ചുകൊണ്ട് ആരാധിക്കാൻ കൽപ്പിച്ചിരുന്നില്ല എന്ന് ആ ഈസാ നബിയുടെ വാക്ക് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെടുത്ത് ഉദ്ധരിക്കുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.